മൈക്രോസോഫ്റ്റ് എക്സൽ എങ്ങനെയാണ് നമ്പേഴ്സ് എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് നമ്പേഴ്സിനെ രണ്ട് വിധത്തിൽ എൻ്റർ ചെയ്യാം. ഒന്ന് ലേബിളുടെ രൂപത്തിലും എൻ്റർ ചെയ്യാം, അതുപോലെ തന്നെ വാല്യൂസിൻ്റെ രൂപത്തിലും എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പം ലേബിളുടെ രൂപത്തിൽ നമുക്ക് എൻ്റർ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ലേബിൾസ് മീൻസ് വി ഡു നോട്ട് പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അപ്പോൾ നമുക്ക് ലേബിളുടെ രൂപത്തിൽ നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലേബിളുടെ രൂപത്തിൽ നമ്മൾ നമ്പേഴ്സ് എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലേബിളുടെ രൂപത്തിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സിംഗിൾ ഇൻവേർട്ടഡ് കോമ സിമ്പിളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ഇൻവെർട്ടഡ് കോമ സിമ്പിൾ നമ്മൾ പ്ലേസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും, അതായത് ഇടത് ഭാഗത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, അലൈൻ ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണെന്ത്, വാല്യൂൻ്റെ രൂപത്തിൽ. വാല്യൂസ് മീൻസ് വി ക്യാൻ പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ പെർഫോം ചെയ്യാൻ നമ്മൾ വാല്യൂൻ്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുക, നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂൻ്റെ രൂപത്തിൽ നമ്പർ എൻ്റർ ചെയ്താൽ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ ടൈപ്പ് ചെയ്യുന്ന നമ്പർ എങ്ങനെയായിരിക്കും അലൈൻ ചെയ്യാം, റൈറ്റ് അലൈൻ ആയിരിക്കും. അപ്പം നമുക്ക് നമ്പേഴ്സിനെ രണ്ട് വിധത്തിലാണ് എൻ്റർ ചെയ്യാൻ പറ്റുക എക്സലിൽ, ലേബിളിൻ്റെ രൂപത്തിലും വാല്യൂൻ്റെ രൂപത്തിലും. ലേബിളിൻ്റെ രൂപത്തിൽ നമ്മൾ നമ്പർ എൻ്റർ ചെയ്താൽ അത് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. വാല്യൂൻ്റെ രൂപത്തിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും. ലേബിളുടെ രൂപത്തിൽ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സ് ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും, എന്നാൽ നമ്മൾ വാല്യൂൻ്റെ രൂപത്തിൽ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സ് റൈറ്റ് അലൈൻഡ് ആയിരിക്കും. മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് നമ്പേഴ്സ് രണ്ട് വിധത്തിലാണ് എൻ്റർ ചെയ്യാൻ പറ്റുക, വാല്യൂൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ ലേബിളിൻ്റെ രൂപത്തിലും. അപ്പോൾ ആദ്യം നമുക്ക് ലേബിളിൻ്റെ രൂപത്തിൽ എങ്ങനെയാണ് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സെല്ലിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഇടണം. ആ കോമ പ്ലേസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്തെങ്കിലും നമ്പർ, അപ്പോൾ 5 നമ്പറാണ് എൻ്റർ ചെയ്യുമ്പോൾ 5 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് നോക്കിയാൽ കാണാം എന്താ, അത് ലെഫ്റ്റ് അലൈൻ ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ഈ ഒരു സെല്ലിന്റെ ഏറ്റവും ലെഫ്റ്റ് ഭാഗത്താണ് എന്ത് ചെയ്യുക, ആ നമ്പർ അലൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ലേബിളിൻ്റെ രൂപത്തിലാണ്. ഒരു നമ്പർ ലേബിളിൻ്റെ രൂപത്തിൽ കൊടുത്തിരിക്കുക എന്ത് ചെയ്യും, അത് ലെഫ്റ്റ് അലൈൻ ചെയ്തിരിക്കും. അതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂൻ്റെ രൂപത്തിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ വാല്യൂൻ്റെ രൂപത്തിൽ ഞാൻ നമ്പർ എൻ്റർ ചെയ്താൽ അതിന് അലൈൻമെൻറ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അത് റൈറ്റ് അലൈൻ ചെയ്തിരിക്കും. അപ്പം ഇത് ആദ്യത്തേത് ലേബിളിൻ്റെ രൂപത്തിലായിരുന്നു, അപ്പോൾ അത് ലെഫ്റ്റ് അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത് നമ്മൾ കൊടുത്തത് എന്താണ്, വാല്യൂൻ്റെ രൂപത്തിലാണ്, അപ്പോൾ എന്ത് ചെയ്യും, അത് റൈറ്റ് അലൈൻ ചെയ്യും. നമുക്ക് ലേബിളിൻ്റെ രൂപത്തിൽ കൊടുക്കാൻ നമ്മൾ എന്താണ്, നമ്മളെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, സിംഗിൾ ഇൻവെർട്ടഡ് കോമ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നമ്പർ എൻ്റർ ചെയ്യുക. എന്നാൽ വാല്യൂൻ്റെ രൂപത്തിൽ കൊടുക്കാൻ ജസ്റ്റ് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സുഖമാണ്. ലേബൽ രൂപത്തിലാണ് ലെഫ്റ്റ് അലൈൻ ചെയ്തിരിക്കും, നമ്പറിൻ്റെ രൂപത്തിൽ വാല്യൂൻ്റെ രൂപത്തിലാണെങ്കിൽ റൈറ്റ് അലൈൻ ചെയ്തിരിക്കും. അപ്പം ലേബൽ രൂപത്തിൽ നമ്മൾ എൻ്റർ ചെയ്തതിന് നമുക്ക് ഒരിക്കലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. വാല്യൂൻ്റെ രൂപത്തിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ.